മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണങ്ങൾ കൊണ്ട് മനോഹരമായ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു, അതേ മനോഹരമായ വീടുകൾ പണിയുന്നു, മറ്റു മനോഹരകരമായ അല്ലെങ്കിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതായ ഒരുപാട് ക്രമീകരണങ്ങൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് ഓരോ ദിവസവും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയും. ഒരു സ്ഥലത്ത് നാം പോയതിനു ശേഷം ചില ആഴ്ചകൾക്ക് ശേഷമോ ചില മാസങ്ങൾക്ക് ശേഷമോ നാം ആ സ്ഥലത്തേക്ക് പോയാൽ ആ സ്ഥലത്തിന്റെ സ്വഭാവത്തിനും രീതിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കപ്പെട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സ്ഥലമാണോ ഇത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ബൈബിൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നാം ഈ പകൽക്കാലം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് പറയുന്നു, നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ ആകാശവും നാം വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ബൈബിളിനെ വെളിച്ചത്ത് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ഇവയെല്ലാം തീയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരുപക്ഷേ നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്തതായിരിക്കാം, ഒരുപക്ഷേ നമുക്കത് ചിന്തിക്കാൻ കഴിയാത്തതായിരിക്കാം, ഒരുപക്ഷെ നമുക്കത് അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമായ കാര്യമായിരിക്കാം. പക്ഷെ ഇന്നത്തെ യാഥാർത്ഥ്യമായി പറഞ്ഞാൽ ഈ ഭൂമിയെ നശിപ്പിച്ചു കളയുവാൻ, കത്തിച്ചു കളയുവാനുള്ള സകല സജ്ജീകരണങ്ങളും ഓരോ രാജ്യത്തിന്റെയും കരങ്ങൾ വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ കരങ്ങളിലിരിക്കുന്നതൊന്നും മനുഷ്യന് ഉപയോഗിക്കേണ്ടി വരത്തില്ല. ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ദൈവം ഒരു പ്ലാനും ദൈവം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഈ ആകാശവും ഈ ഭൂമിയിൽ കാണപ്പെടുന്ന സകല പരിപാടികളും സകലതും കത്തി ചാമ്പലായി നശിച്ചു പോകുവാനിടയായിട്ട് എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനങ്ങളെ പഠിപ്പിക്കുന്നു, മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് ഈ ലോക ജീവിതം താൽക്കാലികമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മരണത്തിന് ശേഷം ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ സ്ഥലമാണ് സ്വർഗം എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നത്. അവിടേക്ക് കടന്നു പോകുവാൻ മനുഷ്യന്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് മനുഷ്യനിൽ നിന്ന് കാട്ടിക്കൊണ്ടുള്ളതായ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയത്തില്ല. സ്വർഗരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരാൻ എന്താണ് ഇതിന് പ്രയോജനകരമായിരിക്കുന്ന കാര്യങ്ങളെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുവാൻ നമുക്ക് കഴിയും. എന്താണ് രക്ഷിക്കപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവത്തിന് വായിക്കുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയും, ഏതോ ഒരു വലിയ ശിക്ഷയ്ക്ക് മനുഷ്യൻ അവകാശിയായി തീർന്നിരിക്കുന്നു. ആ ശിക്ഷയിൽ നിന്ന് ഒരു രക്ഷ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് സ്വാഭാവികമായും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ദൈവത്തിന് വിളിച്ചു പറയുന്നു, അത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ഇന്ത്യക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന പാലസ്തീനിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മാനവരാശിക്ക് വേണ്ടി യേശുക്രിസ്തു മരിക്കുമ്പോൾ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഭൂമിയിലെ സകല മനുഷ്യരെയും വിശുദ്ധീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി യേശുവിന്റെ രക്തത്തിന്റെ ആ പ്രാധാന്യത മനസ്സിലാക്കി യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഹൃദയമായിട്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായുവണ്ടി ഏറ്റുപറയുകയും ചെയ്യുന്ന ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കപ്പെടുവാൻ ഇടയായിരിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യർ പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ ജനിച്ചത് പള്ളിയിലാണ്, ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിയിലാണ്, ഞാൻ മരിച്ചാൽ എന്നെ അടക്കം ചെയ്യാൻ